പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ട അടൂർ പള്ളിക്കലിൽ മാതാപിതാക്കളെയും സഹോദരിയെയും വീട്ടിൽ പൂട്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ തുറന്ന് വീട് കത്തിക്കാൻ യുവാവിന്റെ ശ്രമം. ജോമിൻ എന്ന യുവാവാണ് അക്രമാസക്തനായത്. കാർ, സ്കൂട്ടർ, വീട്ടുപകരണങ്ങൾ എന്നിവ യുവാവ് തല്ലിത്തകർത്തു. അഗ്നിരക്ഷാസേന എത്തിയാണ് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തത്. കുടുംബാംഗങ്ങളെ വീടിന് പുറത്തെത്തിച്ചത് ഈ അഗ്നിശമന സേനാംഗങ്ങളാണ്. യുവാവ് സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് ജോമിൻ അക്രമാസക്തനായത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ആ കുടുംബം വല്ലാതെ ഭയന്നിട്ടുണ്ടാവും. ഈ ജോമിൻ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഈ പറയുന്ന അക്രമങ്ങളൊക്കെ അടിച്ചുവിട്ടത്? അരുൺ, ഇന്നലെ രാത്രി 8:55 ശേഷമാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ജോമിൻ, ഒപ്പം തന്നെ ജോമിന്റെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, അച്ഛന് 72 വയസ്സുണ്ട്, അമ്മയ്ക്ക് 64 വയസ്സുണ്ട്, മൂത്തൊരു സഹോദരിയുണ്ട്. ഇവർ 4 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 8 മണിക്ക് മുമ്പ് തന്നെ ജോമിൻ വീട്ടിൽ അക്രമാസക്തനായി. വീടിനകത്തുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളെല്ലാം തല്ലി തകർത്തു. ഇതോടെ പ്രായമായ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ ഭയചകിതരായി. ഇതിനിടെ ജോമിൻ വീടിന് പുറത്തേക്കിറങ്ങി വീട് പുറത്തുനിന്ന് പൂട്ടി. അതിനുശേഷം ഔട്ട് ഹൗസ് ഭാഗത്തേക്ക് ഈ ജോമിൻ നീങ്ങുകയും അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വീടിൻ്റെ ജനലിൻ്റെ സമീപത്തേക്ക് എത്തിച്ചു. അതിനുശേഷം ഈ ഗ്യാസ് സിലിണ്ടർ തുറന്ന് ഗ്യാസ് ജനലിൻ്റെ കമ്പികൾ ജനലിനകത്തുകൂടി അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന കാറും ഒപ്പം തന്നെ ഒരു സ്കൂട്ടറും തല്ലി തകർത്തു. പിന്നീട് അഗ്നിരക്ഷാസേന ആ സ്ഥലത്തേക്ക് എത്തുന്നു. ഈ വീടിന് 2 ഗേറ്റുകളാണുള്ളത്. ഇതിൽ ഒരു ഗേറ്റിൽ കൂടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വീടിനകത്തേക്ക് പ്രവേശിച്ചു. ആ സമയവും അക്രമാസക്തനായി ജോമിൻ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ആക്രോശിക്കുകയും ഒപ്പം തന്നെ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. അതിനുശേഷം സമീപത്തുള്ള ആളുകളും അഗ്നിരക്ഷാ സേന വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് വന്നു. നേരത്തെ തന്നെ ഈ അയൽപ്പക്കത്തുള്ള ആളുകൾക്ക് ഭയമായിരുന്നു വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിനായി. അഗ്നിരക്ഷാ സേന എത്തിയപ്പോൾ പരിസരവാസികളും എത്തി. അതിനുശേഷം ടോർച്ചടിച്ച് ജോമിൻ്റെ ശ്രദ്ധ തെറ്റിച്ചു. അതിനുശേഷം ജോമിനെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയും പിന്നീട് അഗ്നിരക്ഷാ സേന വീട് തുറന്ന് വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിന്നീട് ഈ 3 പേരെയും, അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വീടിൻ്റെ പുറത്ത് എത്തിച്ച് അയൽപ്പക്കത്തെ മറ്റൊരു വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. വീടിനുള്ളിൽ നിറയെ ഗ്യാസ് പടർന്നിരുന്നു. അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അഗ്നിരക്ഷാസേന ചെയ്തു. ഇതിനിടെ അടൂർ പോലീസും സ്ഥലത്തെത്തി. ഈ ജോമിൻ എന്ന യുവാവ് ലഹരിക്കടിമയാണെന്നാണ് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ഇയാൾ ഏറെ നാളായി ലഹരിക്കടിമയാണ്. അങ്ങനെയാണ് വീടിനകത്ത് തന്നെ ഇയാൾ അതിക്രമം കാണിച്ചത്. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് ജനലിനകത്തൂടെ ഗ്യാസ് അകത്തേക്ക് കയറ്റിവിട്ട ശേഷം ഇയാൾ മാതാപിതാക്കളെ കൊല്ലുമെന്നും സഹോദരിയെയും കൊല്ലുമെന്നും ഒരു ഭീഷണി കൂടി അവിടെ മുഴക്കിയിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പിന്നീട് ആ സ്ഥലത്ത് അവിടെ രംഗം ശാന്തമാക്കി. ഗേറ്റിൽ കൂടി പുറത്തേക്ക് പോവുകയും ചെയ്തു. അതെ, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. അതായത് വീട്ടിലെ ഔട്ട് ഹൗസ് ഭാഗത്താണ് ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ചിരുന്നത്. വലിയ കോമ്പൗണ്ടാണ്. വീടിൻ്റെ ചുറ്റുമതിലിൽ 2 പ്രധാനപ്പെട്ട ഗേറ്റുകളുണ്ട്. സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. 23 വയസ്സ് മാത്രം പ്രായമാണ് ഈ ജോമിനുള്ളത്. ഏതായാലും വീട്ടുകാർ ഭയചകിതരായി. മാതാപിതാക്കൾ നിസ്സഹായരായിരുന്നു. മൂത്ത സഹോദരിയാണ്. ഇവർ 3 പേരും ഭയചകിതരായി. നമുക്കറിയാൻ കഴിയുന്നത്, വിവരം ലഭിച്ചിരിക്കുന്നത് ഈ 2 മക്കൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആ മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ. ന്യൂ ഇയറിൻ്റെ തലേന്ന് തന്നെ, പുതുവർഷം പിറക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം ലഹരിക്കടിമയായ മകൻ്റെ ആ ചെയ്തികൾ അത് ആ മാതാപിതാക്കളെയും സഹോദരിയെയും വളരെയധികം വേദനപ്പെടുത്തി. ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ കഴിയുന്നത്, ഈ നേരത്തെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിലൊക്കെ അക്രമാസക്തനാകുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ അവരെ കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു യുവാവിൻ്റെ വിഭ്രാന്തി മൂലമുള്ള പെരുമാറ്റങ്ങൾ. ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയപ്പോഴും അവരെ അസഭ്യം പറയുകയും കല്ല് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഈ ഫയർഫോഴ്സ് അടൂർ യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങൾ വളരെ സംയമനത്തോടു കൂടെ തന്നെ ആ രംഗം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. നാട്ടുകാരോട് പറഞ്ഞു ടോർച്ചടിച്ച് ആ യുവാവിൻ്റെ ശ്രദ്ധ തെറ്റിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ടോർച്ചടിച്ച് യുവാവിനെ സമീപിക്കുന്ന രീതിയിൽ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ അവിടേക്ക് ചെല്ലുകയും അങ്ങനെ യുവാവിനെ ആ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന്, ആ വാതിലിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ യുവാവ് അകത്തു നിന്നും പുറത്തിറങ്ങിയ ശേഷം ലോക്ക് ചെയ്തത് താഴെ ഉപയോഗിച്ചിരുന്നില്ല. അതേതായാലും കാര്യമായി താഴെ ഉപയോഗിച്ചിരുന്നില്ല. പുറത്തുനിന്ന്
കുറ്റിയിടുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ കുറ്റി തുറന്ന് അകത്തേക്ക് കയറാൻ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. ആ വീട്ടിലെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വീട്ടുപകരണങ്ങളെല്ലാം തല്ലി തകർത്തു. ഇനി അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമില്ല എന്നാണ് പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നത്. അത്രമാത്രം നാശം ആ വീടിന് നേരിട്ടു. ഏതായാലും ഒരു വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. കാരണം ഈ ഗ്യാസ് സിലിണ്ടർ തുറന്ന് വിട്ടതിന് ശേഷം അത് കത്തിക്കാൻ ഒരു ശ്രമം അയാൾ നടത്തിയിരുന്നെങ്കിൽ, ഈ യുവാവ് നടത്തിയിരുന്നെങ്കിൽ രംഗം മറ്റൊന്നാകുമായിരുന്നു. ഒരുപക്ഷെ ഈ യുവാവ് തന്നെ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. വീട്ടിലുണ്ടായിരുന്ന വൃദ്ധരായ അഗ്നിശമന സേനാംഗങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്തെത്തി സമയോചിതമായി പ്രവർത്തിച്ചതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ പുതുവർഷ പുലരിയിൽ ഒരു ദുരന്ത വാർത്ത കേട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ജോമിൻ 23 വയസ്സേ ഉള്ളൂ. അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബം, വൃദ്ധരായ മാതാപിതാക്കൾ, ഒരു മൂത്ത ചേച്ചിയുണ്ട്. ആ വീട്ടിൽ 23 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ട് നടത്തിയ പരാക്രമങ്ങളാണ്. അച്ഛനും അമ്മയും സഹോദരിയും കൂടി വീടിനകത്തിട്ട് പൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്യാസ് തുറന്നു വിട്ടിട്ട് കത്തിക്കാൻ ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വലിച്ചടിച്ച് കയറ്റിയിട്ട് ഇതേപോലുള്ള വിഭ്രാന്തികളൊക്കെ കാണിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രക്ഷിതാക്കൾ ആകെ നിസ്സഹായരായി പോയിട്ടുണ്ടാവും. അല്പമൊന്ന് വൈകിയിരുന്നെങ്കിൽ ആ വീട് കത്തിച്ചാമ്പലായേനെ എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകം കരുതുക, ഒരു കാരണവശാലും ഈ നർക്കോട്ടിക് സബ്സ്റ്റൻസസ് അതെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഈ ലഹരി വിമുക്തിയിലേക്കൊക്കെ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതും ഇത് തന്നെയാണ്. 2025 നമ്മളെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസൊല്യൂഷൻ ഞാൻ ഈ പറയുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നതാവണം. നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്നുള്ളത് നമുക്കെങ്കിലും കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതിന് എക്സൈസ് പ്രവർത്തിക്കുക, നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വഴിതെറ്റിപ്പോയാൽ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, വിമുക്തിയിൽ എത്തിക്കണം. എത്രയും പെട്ടെന്ന് അവരെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട്, ലഹരി നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ സഹായിക്കണം. ആലോചിച്ച് നോക്കി, 23 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്പക്കാരനെയൊക്കെ സുന്ദരമായിട്ട് ജീവിച്ചൂടെ? വല്ലതും അടിച്ചു കയറ്റിയിട്ട് അച്ഛനും അമ്മയൊക്കെ കൊല്ലാൻ നടക്കുന്നു. എന്താ പറയുക?